ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KR World. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇടാറുള്ളത് പല തിരക്കുകളിലായിപ്പോൾ തന്നെ സമയം കിട്ടാറില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം, തിരിച്ചുണ്ടാകണം, കുറേ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങി വെച്ച ആളുകളൊന്നും അല്ല ഇത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതും ചെയ്യുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാഴ്ചയില്ലാത്ത കാഴ്ചയില്ലാത്തൊരു പെണ്ണ് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അവളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുടി ചെയ്യുന്നതും നഖം മുറിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാഴ്ച തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മീൻ മുറിക്കുന്നത്, ചെമ്മീൻ നന്നാക്കുന്നതും മത്തി നന്നാക്കുന്നതും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്നൊരു മീൻ എടുക്കാം. ഇത് മത്തിയാണ് അല്ലേ? മത്തി മീനെ നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം? ആദ്യം മത്തീൻ്റെ രണ്ട് ഭാഗത്തും ചാള അതന്നെ രണ്ട് ഭാഗത്തുള്ള ചെതുമ്പൽ കളയാം നമുക്ക്. എന്നിട്ട് രണ്ട് സൈഡിലും ഓരോ ചിറക് അത് മുറിച്ച് കളഞ്ഞ ശേഷം നമുക്ക് എന്താക്കാം, ഇപ്പുറത്തെ ഭാഗത്ത് തലേൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഈ വട്ടീൻ്റെ ഇലയിൽ കൂടെ കീറിയെടുക്കാം. ഇങ്ങനെ കീറിയെടുക്കുമ്പോൾ അതിലെ കച്ചറയെല്ലാം പുറത്തേക്ക് കളയണം. അതിൻ്റെ വാലും കൂടി കട്ട് ചെയ്താൽ അടുത്ത ചാളയും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ചെതുമ്പൽ ഇതുപോലെ ചുരണ്ടിക്കാം. വാളം കത്തിയാന്ന് കേട്ടോ, ഇങ്ങനെ ഇല്ല കത്തിയാന്ന്. ഞങ്ങളെ പോലെയുള്ളവർക്ക് മീൻ മുറിക്കാൻ ഏറ്റവും ഞങ്ങൾ ഇത് ഈ കത്തിയാണ് ഉപയോഗിക്കാറ് മീൻ മുറിക്കാൻ. ഈ കത്തിയാണ് മീൻ മുറിക്കാൻ എപ്പോഴും ഇവിടെ എടുക്കുക. ചെമ്മീൻ പോലത്തെ മീന് കത്തി ആവശ്യമില്ല. ചെമ്മീൻ പോലത്തെ മീനെ കൈവച്ച് തന്നെ ചെയ്യും. അടുത്ത മത്തി എടുത്തു. അതുപോലെ തന്നെ ചെറുമ്പലെല്ലാം കളഞ്ഞ് റെഡിയാക്കാം. എന്നിട്ട് അതിന്റെ വാല് മുറിക്കാം. എന്നിട്ട് വാലല്ലല്ലോ, ചിറക്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ചിറക് പിൻവശത്തിലെ ചിറക് ചെത്തിക്കളയണം. എന്നിട്ട് ഈ മത്തിന്റെ തലേന്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഈ വട്ടീന്റെ ഇലയിലേക്കൂടെ കൊണ്ടുവന്നിട്ട് വയറിന്റെ അവിടെ കൂടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേത്ത അഴുക്ക് കളയണം. കച്ചറയെല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ട് പിന്നെ അതിന്റെ വാല് മുറിക്കണം. പിന്നെ എന്ത് ചെയ്യാ, വാല് മുറിക്കണം, കട്ട് ചെയ്യാം. അന്നേരം ഊറ്റയിലേക്ക് വൃത്തിയാക്കും, ചട്ടിയിലേക്ക്. ഇനി അടുത്ത മീൻ മറ്റാള എടുക്കാം. കണ്ണൂർക്കാര് മത്തി എന്നാ പറയാ. കണ്ണൂർക്കാര് മത്തിന്ന്, ബാക്കിയുള്ള ആൾക്കാര് ചാളാന്ന്. ബാക്കിയുള്ളവര് ചാളാന്ന് പറയും അല്ലേ? ചെതമ്പല് കളയാം. എന്നിട്ടോ അതിന്റെ എന്തായിരുന്നു ചിറക് മുറിക്കാം. ചിറക് മുറിച്ച് കളയാം. അതിന്റെ തലേന്ന് തല മുറിച്ചിട്ട് വയറിന്റെ അവിടെ വരെ മുറിച്ചിട്ട് വയറിന്റെ വട്ടീന്റെ ഇലയിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ അഴുക്ക് കരഞ്ഞിട്ട് അതിന്റെ ഇട്ടിട്ട് വാല് മുറിക്കണം. ഇനി വാല് മുറിക്കണം. ഇനി വാല് മുറിച്ച് നമ്മൾ അടുത്ത മത്തിയും ക്ലീൻ ആക്കി മുറിച്ച്. ഇപ്പൊ കൊറേ മത്തി മുറിച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് ബാക്കി പിന്നെ ഒരു അവസരത്തിലാവട്ടെ അല്ലേ, കട്ടാക്കാം. എടുക്കുന്നു, ആദ്യം എടുത്തു. എന്നിട്ട് ചെതമ്പൽ കളയാം. ഫസ്റ്റ് നമുക്ക് മീനിൻ്റെ ചെതമ്പൽ കളയാം കേട്ടോ. എന്നിട്ട് ഇത് മത്തിയാണ് മീൻ, ചാള. ഇത് ചെതമ്പൽ കളഞ്ഞ് നമ്മൾ അതിൻ്റെ രണ്ട് വശത്തുമുള്ള ചിറകുകൾ മുറിച്ച് കളയണം. അങ്ങനെ പിന്നെ
പൂച്ച റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മീൻ തിന്നാൻ. കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അവർക്കാന്നല്ല, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ വേണ്ട കൊടുക്കണോ വേണ്ട, റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. തരുമായിരിക്കും അല്ലേ? ഇനി വാ, തരുമായിരിക്കും അല്ലേ? പൂച്ചക്ക് കൊടുക്കുമായിരിക്കും അല്ലേ നമ്മ? അതിനൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ലേ പൂച്ചേൻ്റെ എല്ലാം ഒരു കാര്യം. മീൻ്റെ മണം അടിച്ചാ വരും. മീൻ്റെ മണം അങ്ങോട്ട് അടിക്കുമ്പോക്ക് പൂച്ചയുടെ റെഡി. 2-3 ഉണ്ട്. 2-3 3 ഒന്ന് അമ്മായിന്റെ പൂച്ചയാണ് അല്ലേ? ഒരു മഞ്ഞ പൂച്ച. ഒന്ന് അമ്മായിന്റെ പൂച്ചയാണ്, ഒന്ന് പിന്നെ ആരാ പൂച്ചയാണ്? ഒന്ന് ഒരു കുഞ്ഞു പൂച്ച, ഒന്ന് എന്റെ പൂച്ച. പേരെല്ലാം ഇട്ടു. ഒന്നോ പേര് ഊറിയോ അല്ലേ? പക്ഷെ അതിനെ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പൂച്ചകൾ തമ്മിൽ കടിയും പിടിയും കൂടുന്നോണ്ട് എന്റെ മേത്തെല്ലാം പൊട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ചെറിയ പൂച്ചയാണ് കക്കല്. വേറെ അത് കൂടാണ്ട് വേറൊരു പൂച്ചയുണ്ട്, പാമ്പിനെല്ലാം പിടിച്ചു തിന്നു അല്ലേ ഉള്ളേ? അതാണ് ചെറിയ പൂച്ച. പാമ്പിനെ തിന്നു. നമ്മ അതിന്റെ പേര് വളയർപ്പനെ കടിച്ചിട്ട് അല്ലേ? വളയർപ്പൻ പാമ്പിനെ കടിച്ചിട്ട് വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ? കൊന്നിട്ട് പിന്നെ അതിന്റെ രാത്രി ഒരു പാമ്പിനെ പിടിച്ചു. ഒരു പാമ്പിനെ പിടിച്ചു. എന്നാ പണി? 42 വളയുണ്ടായിരുന്നല്ലേ? മീൻ ഊബി അതന്നെയാണല്ലേ പൂച്ചേന്റെ പാമ്പിനെ പിടിക്കുക. പക്ഷെ അതിന്റെ പേരെന്താന്നറിയാ? കുഞ്ഞപ്പൻ. കുഞ്ഞപ്പന്റെ പേര് കൂട്ടാ? ഓറിയോന്റെ ഫ്രണ്ട് അല്ലേ കുഞ്ഞപ്പൻ? ആ ചെറുതിനെ കുഞ്ഞപ്പൻ വരട്ട്. അതെ. ഇത് വേറെ ഏതോ മീനുണ്ട് തോന്നുന്നു. അത് സാരമില്ല, അത് വേറെ എന്തെങ്കിലും ചെറിയ പരലല്ലായിരിക്കും. പരലല്ല, ഉള്ളി കാണുന്നുണ്ട് കുറച്ചത്. എന്റെ ഓറിയോന് മാത്രല്ല നമ്മള് ബ്രെഡ് കൊടുക്കും രാവിലെ അല്ലേ? ഇപ്പൊ ബ്രെഡ് ഇല്ലാത്തോണ്ടാണ് കൊടുക്കാത്ത. ബ്രെഡ് ആദ്യത്തെ പേര് ഓറിയോ, പിന്നെ അതിന്റെ പേര് കുഞ്ഞപ്പൻ, പിന്നെ മറ്റേത് ഓറഞ്ചു. ആണ് അമ്മായി വളർത്തുന്ന പൂച്ചയാണ് ഓറഞ്ചു അല്ലേ? അപ്പൊ അമ്മായി വളർത്തുന്ന പൂച്ചേന്റെ പേരാണ് ഓറഞ്ചു. അപ്പൊ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെയാ ഇഷ്ടം? ഓറഞ്ചുനെ. പണ്ടൊരു നായി ഉണ്ടായിരുന്നല്ലേ, ടോബി പറഞ്ഞിട്ട്. മരിച്ച. അത് പിന്നെ അമ്മായി നോക്കുന്ന പൂച്ചയാണ് ഇത് ഓറഞ്ചു. അപ്പൊ ആ പൂച്ചക്ക് കൊടുക്കാനില്ല, തല റെഡിയായിരിക്കുന്നുണ്ട്. പീസസ് 2-3 പൂച്ചകളുണ്ട് അവിടെ. പൂച്ച പാമ്പിനെ പിടിക്കുന്ന കാണാൻ വേണ്ടിട്ട് ആൾക്കാരെല്ലാം വട്ടം പിടിച്ചു നിന്നല്ലേ ഒരു ദിവസം. എന്റെ അമ്മോ, ആ കുഞ്ഞപ്പനാണ് പാമ്പിനെ പിടിക്കണം. ആ ചെറിയ വെള്ളപ്പൂച്ച, വെള്ളയും ആഷ് കളറും. ഭയങ്കര സാമർത്ഥ്യം തന്നെ. 3 പൂച്ചകളും പുറത്ത് മീനെ കണ്ടപ്പോഴത്തേക്കും, മീനിന്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും, മൗനം കേട്ടപ്പോഴത്തേക്കും ഓടി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് ആയിരിക്കും കിട്ടാൻ വേണ്ടി. മീനെന്ന് പറഞ്ഞാല് മീന് വണ്ടി വരുമ്പോഴത്തേക്കും അവരുടെ പുറകെ ഓടും. ആ മീൻകാരന്റെ വണ്ടീന്റെ പുറകെ ഓടിയിട്ട് മീൻ വാങ്ങിച്ചു തിന്നു. ഈ 3 പൂച്ചകളുടെയും പണി അങ്ങനെയാ. നേരെ ഓടും, മീൻ വാങ്ങിക്ക് തിന്നു. ഓറിയോ, ഓറഞ്ചു, കുഞ്ഞപ്പൻ. കുഞ്ഞപ്പനില്ലേ, വളയപ്പറ്റിന്റെ പോലെ തന്നെ വളയും ഉണ്ട്. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് പൊടിച്ചെമ്മീൻ എന്നുള്ളതാണ് കേട്ടോ. ഈ പൊടിച്ചെമ്മീൻ ആണ് കിട്ടിയത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് കിട്ടണമെന്നില്ലല്ലോ. വലിയത് കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നുള്ളുന്നത് നമുക്ക് നോക്കാം.